സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ സെക്കൻഡ് റെസിപ്പി ഞാൻ പറഞ്ഞല്ലോ ഒരു പാനീയമാണ്, ഒരു സർബത്ത് പോലെ എന്ന് പറയാം. ഓക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് നോമ്പ് തുറ സമയത്ത് ഉപയോഗിക്കാം. അത് ഈ ഒരു സമ്മർ കാലമാണ്, ഇത് വളരെ നല്ലതായിരിക്കും. റിഫ്രഷിംഗ് ആണ്, നല്ല ബോഡിക്ക് നല്ല ധാരാളം വാട്ടർ കണ്ടൻറ്റ് കൊടുക്കുന്ന കാര്യമാണ്, ക്ഷീണമെല്ലാം അകറ്റും. വെള്ളരിക്കയും പച്ചമാങ്ങയെല്ലാം ചേർത്തിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇതിൽ മധുരമല്ല, വേണമെങ്കിൽ കുറച്ച് മധുരവും അങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പേര് മാംഗോ കുക്കുംബർ സർബത്ത്. അധികം പുളിയില്ലാത്ത മാങ്ങ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തത് 1/2 കപ്പ്. സലാഡ് വെള്ളരിക്ക അഥവാ കക്കിരി, അതിൻ്റെ സ്കിന്നൊന്നും മാറ്റാണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത് 1 കപ്പ്. ബേസിൽ സീഡ്സ് അഥവാ കറുത്ത കസ്കസ് 2 ടേബിൾ സ്പൂൺ 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തത്. പഞ്ചസാര 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക് 1 വലുത് ചതച്ചത്, പുതിന ഇല 2 തണ്ടിൽ നിന്നും എടുത്തത്, ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം, ഐസ് വാട്ടർ 6 കപ്പ്. അപ്പോൾ നമ്മുടെ കുക്കുംബർ ആൻഡ് മാംഗോ സർബത്ത്, ഇതിൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇടാം. അതായത് പച്ചമുളക് 1 എണ്ണം ചതച്ചത്, ഇച്ചിരി വലുതായിരുന്നു. പിന്നെ അതിനകത്തേക്ക് പുതിന ലീവ്സ്, അത് നമ്മുടെ ഇഷ്ടത്തിനാണ്, കുറച്ചാവാം, ഒരുപാട് വേണ്ട. ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഞെകിടിയിടാം, മുറിച്ച്. പിന്നെ അതിനകത്തേക്ക് ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂൺ പഞ്ചസാര, അത് അത്രയേ ഉള്ളൂ. ഇത് ഉപ്പാണ് കൂടുതലായിട്ടും വേണ്ടത്. ഇനി ഇതിനകത്തേക്ക് പച്ചമാങ്ങ തൊലി കളഞ്ഞ്, അധികം പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ നല്ലത്, ഗ്രേറ്റ് ചെയ്തത് 1/2 കപ്പ്. ഓക്കെ, അധികം പുളിയില്ലാത്ത മാങ്ങ 1/2 കപ്പ് മുഴുവൻ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അറിയില്ല, ഒരു 1/4 മുതൽ 1/2 കപ്പിനകത്ത് ചേർക്കാം, അതായത് നമ്മുടെ പുളിക്കനുസരിച്ചിട്ട്. ഇതൊരു 5 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു, സ്കിന്ന് മാറ്റിയിട്ടാണേ. പിന്നെ വരുന്നത് കക്കിരി വെള്ളരിക്ക എന്ന് പറഞ്ഞാൽ നല്ല ടെൻഡറായിട്ടുള്ള സലാഡ് കുക്കുംബറില്ലേ, നല്ല ഗ്രീൻ കളറിലിരിക്കുന്നത് കക്കിരി എന്നൊക്കെ പറയും, അതും ഗ്രേറ്റ് ചെയ്താണ്. അതിൻ്റെ സ്കിന്നൊന്നും മാറ്റിയില്ല, അത് ടെൻഡറായിട്ടുള്ളതാണ്. അതിൻ്റെ സ്കിന്നാണെങ്കിൽ അകത്തെ സീഡാണെങ്കിൽ അതെല്ലാം കൂടി ചേർത്തിട്ടാണ്. ഇത് 1 കപ്പോളം ഉണ്ട്, അതും ചേർത്തു. ഇനി വേണ്ടത് ഉപ്പാണ്, കുറച്ച് ഉപ്പ് ചേർക്കാം, വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം. അപ്പോൾ പുതിനയുടെ ടേസ്റ്റും ഫ്ലേവറും, പിന്നെന്താ പറയുക, പുതിന പ്ലസ് ആ പച്ചമുളകിൻ്റെ ഒരു ചെറിയ എരിവും, കുറച്ച് പഞ്ചസാര ഉണ്ടല്ലോ, അത് 1-2 ടീസ്പൂൺ ആകാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഉപ്പും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരു മിക്സിങ്. ഇത് കഴിഞ്ഞാൽ ഇതാണ് ബേസിൽ സീഡ്സ് അഥവാ കറുത്ത കഷ്കശ്. അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഞാൻ 1 കപ്പ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചതാണ്. അത് കുതിർന്ന് റെഡി ആയിരിക്കണം. അത് ആവശ്യാനുസരണം ചേർക്കാം, കുറച്ച് കൂടുതലിരുന്നാലും നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറേ ഐസ് ക്യൂബ്സൊക്കെ ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. വാട്ടർ, ബാക്കിയും കൂടി ചേർക്കാം. ഇനിയും വെള്ളം ചേർക്കാം. അപ്പോൾ ഏകദേശം ഒരു 6 കപ്പിൽ കൂടുതൽ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. 6 കപ്പ് വെള്ളം ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ കുറേ ഐസ് ക്യൂബ്സും ഉണ്ട്. ഈ ഐസ് ക്യൂബ്സും കുറച്ചായിട്ട് അലിയുമല്ലോ. ലൈറ്റ് ഗ്രീൻ, ഒരു ബ്യൂട്ടിഫുൾ പ്ലസൻറ്റ്, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ദാഹമൊക്കെ ശമിക്കും. അങ്ങനെ ഒരു കൂളിംഗ് കളറാണ് ഈ കാണുന്നത്. അത്രയും മനോഹരമായ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേറെ ഒന്നും ചെയ്യാനില്ല. ഉപ്പൊക്കെ നോക്കുക, മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി ആകാം, അതായത് മധുരവും ഉപ്പും കൂടി ചേർന്ന് വരുന്നൊരവസ്ഥ. ഇനി ഇത് ഗ്ലാസ്സുകളിലേക്ക് പകർന്ന് കുടിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ജാറാണ് എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് ഗ്ലാസ്സിൽ വേണമെങ്കിലും ആകാം. ഓക്കെ, ഒഴിച്ചു കൊടുക്കാം. ഐസ് ക്യൂബ്സ് ഒന്നും കാണുന്നില്ല, അതെല്ലാം അലിഞ്ഞു തുടങ്ങി. ആ പുതിനയുടെ മണം, പച്ചമുളകിൻ്റെ ചെറിയൊരു എരിവ്,
കപ്പിലേക്ക് വയ്ക്കാം. കണ്ടു നോക്കൂ, എന്താ മനോഹാരിത, ബ്യൂട്ടിഫുൾ അല്ലേ, സോ ക്യൂട്ട്. ആ ഒരു പച്ച, ഈ ഒരു ലൈറ്റ് ഗ്രീൻ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ദാഹമൊക്കെ ശമിക്കും. നല്ലൊരു കൂൾ ഫീലിംഗ് ആണ്, കൂൾ. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു സൈസിലുള്ള കണ്ടെയ്നേഴ്സ് ഈ ഒരു ജഗ്ഗിലൊക്കെ എടുത്തതുകൊണ്ട് ഇതേപോലെ തന്നെ രണ്ടെണ്ണത്തിനും കൂടി തികയും. ഇത് 6 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു, പ്ലസ് ധാരാളം ഐസ് ക്യൂബ്സ് ഇട്ടു. ഒരു 8 പേർക്ക് വരെ സാധാരണ ഗ്ലാസ്സുകളിലാണെങ്കിൽ ഒരു 8 ഗ്ലാസ്സിന് ഇത് തികയും. വേണമെങ്കിൽ 8 എന്നുള്ളത് 10 ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതനുസരിച്ചിട്ട് ഉപ്പും മറ്റു കാര്യങ്ങളൊക്കെ ചേർത്താൽ മതി. ഒരു കക്കിരിക്ക അല്ലെങ്കിൽ എന്താ പറയുക സലാഡ് വെള്ളരിക്ക പോലത്തെ ആ കാര്യം, നല്ല പിഞ്ച് വെള്ളരിക്ക വലുത്, ഓക്കെ. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു മാങ്ങയാണ് ഞാൻ എടുത്തത്. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇത് ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു വേനൽക്കാലത്തിലേക്കും അതുപോലെ തന്നെ നോമ്പെടുക്കുന്നവർക്കും ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് എക്സലൻ്റ് ആയിരിക്കും. നല്ലൊരു ദാഹശമനിയാണ്, പിന്നെ ആരോഗ്യത്തിനും വളരെ നല്ലത്. നല്ല സ്വാദോടു കൂടി തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കും. അപ്പോൾ ഉണ്ടാക്കാൻ മറക്കണ്ട, തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.